ചിക്കനും വെജിറ്റബിൾസും എല്ലാം കൂടെ ഒരു പാത്രത്തിൽ തന്നെ കുക്ക് ചെയ്യുന്നതാണ് വൺ പോട്ട് മീൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു വൺ പോട്ട് മീൽ ഓപ്ഷനാണ്, ബേക്ക് ചിക്കൻ വിത്ത് വെജിറ്റബിൾസ്. ഞാൻ മഹിമാസിമോൻ, വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന പ്രിപ്പറേഷൻ ഒരു ഏഷ്യൻ സ്റ്റൈൽ ഫ്ലേവറാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു ബോളിലേക്ക് മാരിനേഷന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം. 1 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ. പാപ്രിക്ക പൗഡർ ഇല്ല എങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യാം. 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഡാർക്ക് സോയ സോസ്, ഒരു 6 അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തേക്കുന്നതാണ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, മസ്റ്റർഡ് സോസ് ആണിത്. മസ്റ്റർഡ് സോസ് 1 ടീസ്പൂൺ. മസ്റ്റർഡ് സോസ് ഇല്ല എങ്കിൽ കടുക് പരിപ്പ് അരച്ചിട്ട് ഒരു 1/4 ടീസ്പൂൺ ചേർക്കാം. ചിക്കനെ ടെൻഡറൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, സോഫ്റ്റ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിലേക്ക് 2 ടീസ്പൂൺ ഓയിലും കൂടെ ചേർക്കാം. പുളിക്ക് ആവശ്യത്തിന് നമുക്ക് വിനീഗറോ അല്ലെങ്കിൽ നാരങ്ങ നീരോ ചേർക്കാം. ഞാനൊരു ടീസ്പൂൺ വിനീഗറാണ് ചേർക്കുന്നത്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. ഇവിടെ യൂസ് ചെയ്യുന്ന ചിക്കൻ തൈസ് ആണ്, 4 തൈസ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ മാരിനേറ്റ് നന്നായിട്ട് ഇറച്ചിയിൽ നന്നായിട്ട് പിടിപ്പിക്കുക. അതിനുശേഷം ഇത് കവർ ചെയ്ത് ഒരു 20 മിനിറ്റ് മാറ്റി വെക്കാം. 20 മിനിറ്റോളം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പ്രോപ്പർ ഫ്രൈയിങ് അല്ല, നമ്മൾ കുറച്ച് എണ്ണയിലാണ്, ഷാലോ ഫ്രൈയിങ് ആണ് ചെയ്യുക. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. ഇത് സൺഫ്ലവർ ഓയിലോ ഗ്രൗണ്ട്നട്ട് ഓയിലോ ഒക്കെ ഉപയോഗിക്കാം. ചൂടായ എണ്ണയിലേക്ക് ഇതിടാം. ഇത് ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആക്കി എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു ബ്രൗണിങ് ആവണം. ബ്രൗണിങ് ആയി കഴിയുമ്പോൾ ടേൺ ചെയ്യാം. ഇതിന് ശരിക്കും സ്കിന്നുള്ള ചിക്കനാണ് കൂടുതൽ നല്ലത്. എനിക്ക് ഇന്ന് കിട്ടിയേക്കുന്നത് സ്കിന്നില്ലാത്തതാണ്. ഇതേപോലെ 2 സൈഡും ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്കിത് എടുക്കാം. 2 സൈഡും ബ്രൗൺ ആയി. ഈ സെയിം ഓയിലിലേക്ക് തന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ വഴറ്റിയെടുക്കാനായിട്ടുണ്ട്. ആദ്യം 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, 1 തണ്ട് സെലറി ചോപ്പ് ചെയ്തത്, റഫായിട്ട് ചോപ്പ് ചെയ്തത്, കൂടാതെ ഒരു മീഡിയം സൈസ് സവോള, അതും റഫായിട്ട് ചോപ്പ് ചെയ്തത്. ഇതെല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റുക. ചെറിയ തീയിലാക്കി വെച്ച ശേഷം നമുക്കൊരു സോസ് പ്രിപ്പയർ ചെയ്യാനായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ബോളിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കോൺഫ്ലവർ, ലൈറ്റ് സോയ സോസ് 1.5 ടീസ്പൂൺ, ഡാർക്ക് സോയ സോസ് 1 ടീസ്പൂൺ, ഓയിസ്റ്റർ സോസ് 2 ടീസ്പൂൺ, ചെറിയ ക്വാണ്ടിറ്റി മസ്റ്റേർഡ്, ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതിയേ ഉള്ളൂ മസ്റ്റേർഡ്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. ഞാൻ 1/4 കപ്പ് നിറച്ചെടുത്തിട്ടില്ല, 1/4 കപ്പിൽ കുറച്ച് താഴെയാണ്. വൈൻ, കുക്കിംഗ് വൈനാണ്. ഇപ്പോൾ കുക്കിംഗ് വൈന് പകരം വെള്ളമോ സ്റ്റോക്കോ ഉപയോഗിക്കാം. കൂടാതെ ഒരു 1/8 കപ്പ്, 1/4 കപ്പിൻ്റെ പകുതി
വെള്ളം കൂടെ ചേർത്തു. വൈൻ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ആ മൊത്തത്തിലുള്ള അളവ്, വൈൻ്റെ അളവും വെള്ളത്തിൻ്റെ അളവും കൂടെ കൂട്ടി ഒരു ആ ക്വാണ്ടിറ്റി അങ്ങ് വെള്ളം എടുത്താലും മതി. ഇത് റെഡിയാക്കി വെക്കുക. ഇവിടെ നോക്കിയാൽ സവോളയൊക്കെ സോഫ്റ്റായി നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബേക്ക്ഡ് ചിക്കൻ വിത്ത് വെജിറ്റബിൾസ് ആണല്ലോ, ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് ആയിരുന്നത്. ഞാനിവിടെ ഉപയോഗിക്കുന്ന ബേബി പൊട്ടാറ്റോ ആണ്. ഒരു 12 എണ്ണമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ അതേപോലെ 2 ക്യാരറ്റ് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്, അതുകൂടി ഇതിനകത്തേക്ക് ഇടാം. ഞാൻ ഇവിടെ വെജിറ്റബിൾസായിട്ട് ക്യാരറ്റും പൊട്ടാറ്റോയും മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇതൊന്ന് വഴറ്റുക. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. വെജിറ്റബിൾസ് വിട്ട് ഞാൻ 2 മിനിറ്റോളം ഒന്ന് വഴറ്റി. ഇനിയും ചിക്കൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ സോസ് ഇതിൻ്റെ പുറത്തേക്ക് ഒഴിക്കാം. നമ്മൾ ഈ സോസ് ഒഴിച്ച ശേഷം ഇതിനെ 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത അവനിൽ വെച്ചിട്ട് ഒരു 35 മിനിറ്റ് 35-40 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. അവൻ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ഇതേപോലെ തന്നെ ഈ പാനിൽ തന്നെ വെച്ച് ചെറിയ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്താലും മതി. നമ്മൾ അവനിലൊരു 30 മിനിറ്റ്സ് ആണ് വെച്ചത് 180 ഡിഗ്രിയിൽ. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ അവനിൽ നിന്ന് എടുത്തേക്കുന്നത്. 30 മിനിറ്റ് ബേക്ക് ചെയ്തു. ഇത് പെർഫെക്റ്റ്ലി കുക്ക്ഡ് ആണ്. ചെറിയ തൈസ് ആണല്ലോ, ചിക്കൻ തൈസ് ആണല്ലോ, അതുകൊണ്ട് തന്നെ 30 മിനിറ്റ്സ് എടുത്തുള്ളൂ. വലുതൊക്കെ ആണെങ്കിൽ 40 മിനിറ്റ്സ് ഒക്കെ എടുക്കും. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പം ഒന്ന് ടേൺ ചെയ്തായിരുന്നു. ടേൺ ചെയ്തപ്പം ഗ്രേവി തീരെ കുറവാന്ന് കണ്ടുകൊണ്ട് ഞാനൊരു 1/4 കപ്പ് ചൂടുവെള്ളം അതിനകത്തേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലുള്ള ഗ്രേവിയാണ് ഇപ്പോൾ ഉള്ളത്. ഇത് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് സ്പ്രിംഗ് അണിയൻസ് വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്പ്രിംഗ് അണിയൻസ് ഒക്കെ വെച്ച് ഗാർണിഷ് ചെയ്തു. സ്പ്രിംഗ് അണിയൻ ചേർക്കുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ എക്സ്ട്രാ കളറുണ്ട്, കൂടാതെ നല്ലൊരു ബൈറ്റും ചെറിയൊരു നല്ല ഫ്ലേവറും കൂടെ കിട്ടും. അപ്പോൾ ഈ ഡിഷ് നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ഇത് ഈ പാത്രത്തിൽ തന്നെയാണ് സെർവ് ചെയ്യുന്നത്. ഒരു 1 പോട്ട് മീലായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതേ പാത്രത്തിൽ തന്നെ സെർവ് ചെയ്യാം. ഇത് ഇതിൻ്റെ കൂടെ ചേർക്കാൻ പറ്റിയ കോമ്പിനേഷൻ റൈസ് നല്ലതാണ്, നൂഡിൽസ് പ്ലെയിൻ നൂഡിൽസ് നല്ലതാണ്, അല്ലെങ്കിൽ ബ്രെഡും നല്ലതാണ്. ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ്.